18 കിലോയോ 145 സെന്റിമീറ്റർ നീളമോ ആകുന്നതുവരെ ഇങ്ങനെ ഉമ്മറത്തോട്ട് നോക്കിയിരിക്കാനുള്ള ഭാഗ്യം ലഭിക്കും. കഴുത്തിലല്ലാതെ തോളിലും ഇടുപ്പിലുമാണ് ഇതിന്റെ ബെൽറ്റുകൾ ഘടിപ്പിക്കുന്നു എന്നതിനാൽ പാമ്പാടി രാജൻ വന്ന് വലിച്ചാൽ പോലും ചമ്മിപ്പോകും. അമ്മാതിരി ഒന്നൊന്നര ലോക്കാണ് ഗൈസ് സായിപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതിൽ ബാക്കിയുള്ളവരുടെ കാര്യം തമ്പുരാൻ അറിയാം, പക്ഷേ കുട്ടയും കുട്ടിയും സേഫ് ആയിരിക്കും. കാനഡയിലെ കുന്നംകുളത്തുനിന്ന് കിട്ടുന്ന ചാത്ത സാധനം വാങ്ങി വരിഞ്ഞു കെട്ടിവെച്ചാൽ വിവരമറിയും. കാരണം കുട്ടയ്ക്ക് നാഷണൽ സേഫ്റ്റി മാർക്ക് വേണം ഗൈസ്. കാക്കക്കുട്ടി കല്ലിട്ട പോലെ ഈ തിരക്കിനിടയിൽ ആര് നോക്കാൻ? എന്റെ ബൗബോ വൈക്കും കാർ സീറ്റ് എന്ന് പറഞ്ഞു നടക്കുന്ന ജിബ്രൂട്ടന്മാർക്കായി 240 മുതൽ 1000 ക്യാഡ് വരെ, അതായത് നാട്ടിലെ 15,000 മുതൽ 65,000 രൂപ വരെ വിലമതിക്കുന്ന പ്രശസ്തി പത്രവും ഡ്രൈവിംഗ് ലൈസൻസിൽ സ്വർണ്ണ ലിപികളാൽ എഴുതാവുന്ന പതക്കവും കാനഡ പോലീസ് പാരിതോഷികമായി തരും. ഈ കുട്ട കണ്ടാൽ പിന്നെ കമലു പേർഷ്യ കണ്ട ഷെർഷയെ പോലെ HD ദൃശ്യമികവിൽ കൂർക്കം വലിക്കും. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാതെ ഇവിടെ ഒരുത്തി കൊപ്ര പിണ്ണാക്ക് കിട്ടിയ ഒട്ടകത്തെ പോലെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. പാവപ്പെട്ട എന്നെപ്പോലുള്ളവരാകട്ടെ റോഡിലെ പല ഞെട്ടിക്കുന്ന കാഴ്ചകൾക്കും സാക്ഷ്യം വഹിക്കേണ്ടി വരും. അയ്യോ, പറയാൻ വിട്ടുപോയി ഗൈസ്, ഇവനാണ് ബൂസ്റ്റർ. 8 വയസ്സ് വരെയുള്ള കുട്ടികൾ നിർബന്ധമായി ഉപയോഗിക്കേണ്ട ഒരു സിംഹാസനമാണിത്. മുള്ളങ്കി കണ്ട മുയലിനെ പോലെ ബ്രൂസിലി ഫ്രണ്ട് സീറ്റ് ലക്ഷ്യമാക്കി വന്നു. പാവം ഞാൻ പുറകിലേക്ക് ഓടിച്ചു വിട്ടു. എയർ ബാഗിന്റെ അയ്യേരികളിയായതിനാൽ കാനഡയിൽ 13 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രണ്ട് സീറ്റിലിരുന്ന് യാത്ര ചെയ്യാൻ അനുവാദമില്ല.